ഹായ് ഓൾ. റോണ്ട ബേൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 27-ാം ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മാന്ത്രിക കണ്ണാടിയിൽ നോക്കി ചെയ്യുന്ന പരിശീലനമാണ്. നിങ്ങളുടെ ഇനിയുള്ള ജീവിതം വേണമെങ്കിൽ പുറം ലോകത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആകൃതിയിലേക്ക് കൊണ്ടുവരാൻ ഓടി നടന്ന് തീർക്കാം. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്ന കണക്കിൽ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. സാഹചര്യങ്ങളെയും ആളുകളെയും പറ്റി പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കാം. നിങ്ങളുടെ ജീവിതം അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കാതെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെയും ഇരിക്കാം. എന്നാൽ നന്ദിയുടെ മാന്ത്രികതയെ നിങ്ങൾ ഒരു ജീവിത രീതിയാക്കിയാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിലെ എല്ലാം മാന്ത്രികമായി മാറും. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാന്ത്രികമായി മാറുന്നു. നിങ്ങൾ ആകർഷിക്കുന്നത് കൂടി മാറുന്നു. ഇതുവരെ നിങ്ങൾ 26 മാന്ത്രിക പരിശീലനങ്ങളും പിന്തുടർന്നു എങ്കിൽ നിങ്ങൾ സ്വയം മാറിക്കഴിഞ്ഞു. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നിങ്ങളിലെ മാറ്റം കാണുക അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായി മാറ്റം നിങ്ങൾക്ക് കാണാനാകാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് മാന്ത്രികമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ജോലിയിലും പണത്തിലും ആരോഗ്യത്തിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ആളുകളിലും നിങ്ങൾ നന്ദിയുടെ മാന്ത്രിക ശക്തി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ നന്ദി ഏറ്റവും അധികം അർഹിക്കുന്ന വ്യക്തി മറ്റാരേക്കാളും നിങ്ങൾ തന്നെയാണ്. കണ്ണാടിയിൽ കാണുന്ന വ്യക്തിയോട് നിങ്ങൾ നന്ദിഭരിതനായിരിക്കുമ്പോൾ അതൃപ്തി, അസന്തോഷം, നിരാശ, ഞാനത്ര പോരാ എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ അപ്രത്യക്ഷമാകുന്നു. അതോടൊപ്പം എല്ലാ അതൃപ്തികളും നിരാശാജനകവുമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്നു. നിങ്ങളെക്കുറിച്ചുള്ള നിഷേധാത്മക വികാരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ദോഷകരമാകുന്നത്. എന്തെന്നാൽ നിങ്ങൾക്ക് ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും ഏത് തരം വികാരങ്ങളെക്കാളും വളരെയേറെ ശക്തമാണ് ഇവ. നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഓരോ നിമിഷവും ഈ നിഷേധാത്മക വികാരങ്ങൾ നിങ്ങൾ ഒപ്പം കൂട്ടുന്നു. ഈ വികാരങ്ങൾ നിങ്ങൾ തൊടുന്ന എല്ലാറ്റിനെയും കലുഷിതമാക്കുന്നു. ഒരു കാന്തം പോലെ പ്രവർത്തിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലേക്കും കൂടുതൽ അതൃപ്തിയും അസന്തുഷ്ടിയും നിരാശയും നിങ്ങൾ സ്വയം ആകർഷിക്കുന്നു. നിങ്ങളായിരിക്കുന്നതിൽ നിങ്ങൾ നന്ദിയോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ മികച്ചതാക്കുന്ന സാഹചര്യങ്ങൾ മാത്രമാകും നിങ്ങളെ ആകർഷിക്കുക. ജീവിതത്തിൻ്റെ സമൃദ്ധി നിങ്ങളിലേക്ക് എത്തുന്നതിന് സത്ചിന്തകളാലും വികാരങ്ങളാലും നിങ്ങൾ സമ്പന്നമായിരിക്കേണ്ടതുണ്ട്. നിങ്ങളോട് തന്നെയുള്ള നന്ദി നിങ്ങളെ സമ്പന്നമാക്കിയിരിക്കും. അതായത് ആർക്കെല്ലാം നന്ദിയുണ്ടോ, അതായത് സ്വയം അവരവരോട്, അവർക്ക് കൂടുതലായി നൽകപ്പെടും. അവനും അവൾക്കും അത് സമൃദ്ധമായി നൽകപ്പെടും. ആർക്കാണോ നന്ദിയില്ലാത്തത്, കൃതജ്ഞതയില്ലാതെ വരുന്നത്, അവരവരോട് അവനിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. മാന്ത്രിക കണ്ണാടി പരിശീലനത്തിനായി ഇപ്പോൾ തന്നെ കണ്ണാടിയുടെ മുന്നിലേക്ക് നിങ്ങൾ പോവുക. കണ്ണാടിയിലെ വ്യക്തിയുടെ നേരെ നോക്കുക. എന്നിട്ട് മുഴുവൻ ഹൃദയത്തോടെയും മാന്ത്രിക വാക്കായ നന്ദി ഉറക്കെ പറയുക. മുൻപൊരിക്കലും ചെയ്യാത്ത വിധം ഉൾക്കൊണ്ട് പറയുക. നിങ്ങളായിരിക്കുന്നതിന് സ്വയം നന്ദി പറയുക. നിങ്ങളായിരിക്കുന്ന എല്ലാത്തിനും നന്ദി പറയുക. കുറഞ്ഞ പക്ഷം എല്ലാറ്റിനും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഉൾക്കൊണ്ട അതേ അളവിലെങ്കിലും നന്ദി പറയുക. നിങ്ങളായിരിക്കുന്നതിന് കൃതജ്ഞതയോടെ ഇരിക്കുക. ഇന്ന് ബാക്കിയുള്ള സമയം കണ്ണാടിയിൽ കാണുന്ന ആ സുന്ദര വ്യക്തിയോട് നന്ദിഭരിതമായിരുന്നെന്ന് മാന്ത്രിക കണ്ണാടി പരിശീലനം നിങ്ങൾ സ്വയം തുടരുക. കണ്ണാടിയിൽ നോക്കുന്ന ഓരോ സമയവും മാന്ത്രിക വാക്കായ നന്ദി പറയുക. ഉറക്കെ പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് നന്ദി മനസ്സിൽ പറയാം. നിങ്ങൾ ശരിക്കും ധൈര്യമുള്ള ആളാണെങ്കിൽ മാന്ത്രിക കണ്ണാടിയിൽ നോക്കി നിങ്ങളിൽ നന്ദിഭരിതമായിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും കാരണവശാൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കരുണയില്ലാതിരുന്നാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറ്റാരേക്കാളും നിങ്ങളുടെ നന്ദി അർഹിക്കുന്നത് ആ കണ്ണാടിയിൽ കണ്ട ആളാണെന്ന്. നിങ്ങൾ നന്ദിയോടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ സ്വയം നിങ്ങൾ പഴിക്കില്ല. നിങ്ങൾ നന്ദിയോടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിപൂർണ്ണനല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ വിമർശിക്കില്ല. നിങ്ങൾ കൃതജ്ഞനാലുവെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കും. സന്തുഷ്ടരായ വ്യക്തികളെയും സാഹചര്യങ്ങളും നിങ്ങൾ ഒരു കാന്തം എന്ന പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങൾ പോകുന്നിടത്തും ചെയ്യുന്ന കാര്യങ്ങളിലും മാന്ത്രിക സാഹചര്യങ്ങൾ നിങ്ങളെ പൊതിയും. കണ്ണാടിയിലെ വ്യക്തിയിൽ മാന്ത്രികത കാണാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ലോകവും മാറും.
ഇന്നത്തെ പ്രാക്ടീസ് ഞാൻ വീണ്ടും നിങ്ങളോട് ഒരു തവണ കൂടി പറയാം. ഇന്ന് നിങ്ങൾ ഓരോ തവണ കണ്ണാടിയിൽ നിങ്ങളെ നോക്കുമ്പോഴും നന്ദി എന്ന് പറയുക. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ഉൾക്കൊണ്ട് ഫീലിങ്ങോട് കൂടി പറയുക. നിങ്ങൾ ശരിക്കും ധൈര്യശാലി ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളിൽ നിങ്ങൾ നന്ദിയോടെ കാണുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി പറയുക. ഈ പ്രാക്ടീസുകൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന പ്രാക്ടീസുകളാണ്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എല്ലാവരും ഈ പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.